ഈസ്റ്റിലുടനീളമുള്ള വിവിധ ഇൻസ്റ്റാളേഷനുകളിൽ അജ്ഞാത ദൗത്യങ്ങൾക്കായി നിലയുറപ്പിച്ചിരിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ തന്ത്രപരമായ നീക്കം അമേരിക്ക ആരംഭിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമായി നേരിട്ടുള്ള സൈനിക സംഘർഷത്തിന് സാധ്യതയുള്ളതിനെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ഉത്കണ്ഠകൾക്കിടയിലാണ് ഈ പുനർവിന്യാസം. പെന്റഗൺ ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ പ്രകാരം ഖത്തറിലെ അൽ ഉദയ് താവളത്തിൽ നിന്നും നൂറുകണക്കിന് സൈനികരെ സ്ഥലം മാറ്റിയതായി ന്യൂയോർക്ക് ടൈംസിൽ നിന്നുള്ള ഒരു പുതിയ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത്. ദി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നാവികസേനയുടെ 5ാമത്തെ കപ്പലിന്റെ ആസ്ഥാനമായ ബഹ്റൈനിലും ഇറാഖ്, സിറിയ, കുവൈറ്റ്, സൗദി അറേബ്യ, ജോർദാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലും അമേരിക്കൻ സൗകര്യങ്ങളുടെ ശൃംഖലയിൽ സമാനമായ ലോജിസ്റ്റിക് മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു സമഗ്ര യുദ്ധമുണ്ടായാൽ നിലവിൽ ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന 30,000 മുതൽ 40,000 വരെ US സൈനികർ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രാഥമിക ലക്ഷ്യമായിരിക്കുമെന്നും സർക്കാർ ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. 2025 ജൂണിൽ അൽ ഉദൈദിൽ നടന്ന ആക്രമണത്തിൽ നിന്നും ഇത്തരമൊരു ഏറ്റുമുട്ടൽ വളരെ വ്യത്യസ്തമായിരിക്കുമെന്നും ഈ വിഷയത്തിൽ കൂടിയാലോചിച്ച സൈനിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ആ ആക്രമണത്തിൽ ഇറാൻ അധികൃതർ US-ന് മുൻകൂട്ടി അറിയിപ്പ് നൽകിയിരുന്നു. ഒരു അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ മേഖലയിലെ ശത്രുസേനയുടെ എല്ലാ താവളങ്ങളും സൗകര്യങ്ങളും ആസ്തികളും നിയമാനുസൃതമായ ലക്ഷ്യങ്ങളായിരിക്കുമെന്നും ഇറാനിയൻ ദൗത്യം ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ കർശന മുന്നറിയിപ്പ് ജെറുസലേം പോസ്റ്റ് എടുത്തു കാണിച്ചു. ഈ ഭീഷണികളുടെ വെളിച്ചത്തിൽ തങ്ങളുടെ സേനയെയും താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്നതിനായി മിഡിൽ ഈസ്റ്റിലേക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മാറ്റിക്കൊണ്ട് US തങ്ങളുടെ പ്രാദേശിക നിലപാട് വർദ്ധിപ്പിക്കുകയാണെന്ന് റിപ്പോർട്ടുണ്ട്. ഇറാനിയൻ പ്രദേശത്തു നിന്നും 2 വിമാനവാഹിനി കപ്പലുകൾ ഗണ്യമായ അകലത്തിൽ നിലനിർത്താനുള്ള തീരുമാനത്തോടൊപ്പമാണ് ഈ പ്രതിരോധ സംവിധാനവും. പ്രതികാര നടപടികൾ എളുപ്പത്തിലുള്ള ലക്ഷ്യങ്ങളായി മാറുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. ദീർഘകാല ഇടപെടലിനുള്ള ഉയർന്ന തലത്തിലുള്ള തയ്യാറെടുപ്പാണ് ഈ നീക്കങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതെന്ന് ജെറുസലേം പോസ്റ്റ് അഭിപ്രായപ്പെട്ടു. ട്രംപ് ഭരണകൂടം ഔദ്യോഗികമായി ഈ പ്രതിസന്ധിക്ക് നയതന്ത്ര പരിഹാരം തേടുന്നതിൽ പ്രതിജ്ഞാബദ്ധരാണെങ്കിലും ടെഹ്റാനിൽ നിന്നുള്ള നിലവിലെ വാഗ്ദാനങ്ങൾ സൈനിക ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിൽ നിന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമല്ലെന്ന് നിരവധി വൃത്തങ്ങൾ വിശ്വസിക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഭരണമാറ്റം എന്ന ആശയം പ്രസിഡന്റ് അടുത്തിടെ മുന്നോട്ട് വെച്ചതോടെ ആഭ്യന്തര ആസൂത്രണം കൂടുതൽ സൂക്ഷ്മവും അഭിലാഷപൂർണവുമായി മാറിയിട്ടുണ്ടെന്നും ജെറുസലേം പോസ്റ്റ് സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.